ഹാൻഡ് പെയിന്റ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സാരീസ് കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഗോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ഫോക്ലോറിനെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണിത്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കഥകളി പെയിന്റിംഗ്. ഇങ്ങനെ കാണിച്ചു തരാൻ കുറേ സാരീസ് ഉണ്ട്, പക്ഷെ അതിനു മുൻപ് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാനുണ്ട്. ഇത് സ്മിത സന്ദീപ്. സ്മിതയാണ് ഈ കരവിരുതിന്റെ പിന്നിലുള്ള ആള്. ഡാലിവ എന്ന കസ്റ്റം ഡിസൈനർ ബ്രാൻഡിന്റെ ഓണർ കൂടിയാണ് സ്മിത. സ്മിത എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ, അതെനിക്കറിയാം. എത്ര നാളായി ഈ ഒരു പെയിന്റിങ്ങിലേക്ക് വന്നിട്ട്? പെയിൻറ്റിങ് എനിക്ക് ആക്ച്വലി ഭയങ്കര പാഷനാണ്. ഞാൻ സാരീസിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിൽ മേലെയായി. നോർമലി മാർക്കറ്റിൽ നമുക്ക് പല ടൈപ്പ് ഫാബ്രിക് പെയിൻറ്റിങ് സാരീസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ കാണാത്ത ഡിസൈൻസും പെർട്ടിക്കുലർലി ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പെയിൻറ്റിങ്സ് എപ്പോഴും ചൂസ് ചെയ്യാറ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് മധുബനി ആർട്ടാണ്. ഈ ആർട്ട് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം നമ്മളൊരു പിക്ചർ കാണുമ്പം അത് നോക്കിയിട്ട് അത് നോർമലി സാരിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല. അപ്പം ഈ ഒരു പെർട്ടിക്കുലാരിറ്റി, ഈ ആർട്ടിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇത് എന്താണ്, നമ്മൾ വെയർ ചെയ്യുന്നത് ഒരു ആർട്ടാണ്, അല്ലാണ്ട് വെറും ഒരു സാരി അല്ല എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഇത് കലങ്കരി ഡിസൈൻ ഇന്ത്യൻ പെയിൻറ്റിങ് ആർട്ടിൽ വരുന്നതാണ്. ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ സ്മിത, സാധാരണ ഒരു സാരി ചെയ്യാൻ എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഡീറ്റെയിലിംഗ് ഒരുപാടുള്ള നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ 12 hours ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ അതേസമയം ഡീറ്റെയിലിംഗ് അധികം ഇല്ലാതെ സിമ്പിൾ ഡിസൈൻസിനൊക്കെ 8 hours-നുള്ളിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ പെയിന്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും ഇതൊക്കെ ചെയ്യാൻ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് ഡീറ്റെയിലിംഗ് വരുന്ന സാരി. അതിലൊരു എക്സാമ്പിളാണിത്. ഇതിനകത്ത് കംപ്ലീറ്റ് ബേസ് കളർ മാറ്റിയതിന് ശേഷം നമ്മൾ മൈന്യൂട്ട് സീറോ ബ്രഷ് വെച്ച് വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു. അല്ല, അത് കണ്ടാൽ അറിയാം ഇത്രയേ സമയം എടുക്കുമെന്നല്ലേ? അതെ, ഇതെല്ലാം ഫുള്ള് വരച്ചിട്ടല്ലേ ചെയ്യുന്നത്? കൈകൊണ്ട് ഒരു അപ്രോക്സിമേഷൻ വരച്ചു വെക്കും, ബാക്കിയെല്ലാം ഡയറക്ട്ലി ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാറ്. മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലേ? അതെ, എക്സ്പെർട്ടൈസ് ആവുമ്പോൾ നമുക്കൊരു റെഫറൻസ് വെച്ചിട്ട് നമ്മൾ പിന്നെ മെഷേഴ്സ് പക്ക ആയിരിക്കണം. കറക്റ്റ് മെഷർമെന്റ്സ് ഇല്ലെങ്കിൽ ഇതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പം ഓരോ മൈന്യൂട്ട് ഡിസൈൻ ആണെങ്കിലും അതിന്റെ ഈക്വൽ മെഷേഴ്സിലായിരിക്കും നമ്മൾ ഓരോ ഡിസൈനും ചെയ്തെടുക്കും. വാട്ടർ കളർ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണിത്, പക്ഷെ എന്തൊരു എലഗന്റ് ആയിരിക്കുന്നത് നോക്ക്. ഇതൊരു ഫാൻസി ടൈപ്പ് സാരിയാണ്, ഡിഫറെന്റ് പാറ്റേൺ. ഇതുവരെ കാണിച്ചതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഈ സാരിയിൽ തന്നെ രണ്ട് സൈഡിലും അപ്പർ പോർഷൻ ആൻഡ് ലോവർ പോർഷൻ നമ്മൾ വീണ്ടും ഒരു ബോർഡേഴ്സ് ഇട്ടിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു എലഗന്റ് സാരിയാണ്. ഇതിൻ്റെ കളർ പാലറ്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഉടുത്താൽ. ഇത്തരം സാരികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാലോ, കസ്റ്റമൈസ്ഡ് ആണ്. ഇതുപോലെ വേറൊരെണ്ണം ഉണ്ടാവില്ല. ഈ സാരീസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ വേണമെങ്കിലും സ്മിതയെ കോൺടാക്ട് ചെയ്യാം. സ്മിത, എത്ര ദിവസം എടുക്കും? നേരത്തെ പറയണോ അല്ലേ? അതെ അതെ, ഇത് നമുക്ക് അവർ പറയുന്ന കളർ ചൂസ് ചെയ്യണം, പിന്നെ മെറ്റീരിയൽ ചൂസ് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. അപ്പം അറൗണ്ട് 20 to 30 days നമുക്ക് മിനിമം വേണ്ടി വരും. ചിലപ്പം നമുക്ക് അതിന് മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. സാരീസ് കൊണ്ടു തന്നാലും ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഫാബ്രിക് പെയിന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാം. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്, അപ്പോൾ ഇത്തരത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സാരി നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ ഓണത്തിന് നമുക്ക് ഗ്രൂപ്പ് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സസ്, അപ്പം ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺ സെയിം കളർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. ഇതവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് നാട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാരി ഉടുത്തിട്ട് ആ പ്രോഗ്രാമിന് പോകാനും പറ്റും. ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസൈനിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പർട്ടിക്കുലർ ഒരു ആർട്ട് പെയിൻറ്റിങ് ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈ സാരി കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിൻറ്റിങ് വേണമെങ്കിൽ ഒരു വാൾ ഡെക്കോസ് ആയിട്ടും മാറ്റാൻ പറ്റും. അതിന് ഫ്രെയിം ചെയ്തിട്ട് നമുക്കൊരു വാൾ ഡെക്കോർ ആക്കാം. അത് അതിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടിയാണ്. പെയിൻറ്റിങ് സാരിക്ക് എന്ത് സംഭവിച്ചാലും പെയിൻറ്റിങ്ങിന് ഒരു സംഭവം പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടിയാണ് അത്. താലിവയുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇങ്ങനെ ഫാബ്രിക് പെയിൻറ് ചെയ്തിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ വളരെ കുറവാണ്, ലിമിറ്റഡ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സാരീസൊക്കെ വേണമെന്നുള്ളൊരു സ്മിതയെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മിത ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.